നമ്മൾ കാത്തിരിക്കുന്ന വിധിയും അങ്ങോട്ടേക്ക് തന്നെയാണ്. നേരത്തെ ഉമാ തോമസ് പറഞ്ഞ ഒരു പ്രതി അതിജീവിതയ്ക്ക് നീതി കിട്ടുമോ എന്ന സംശയം ഉമാ തോമസ് പറയുന്നുണ്ട്. വിചാരണയുടെ പല ഘട്ടങ്ങളിലും ഈ സംശയം ബലപ്പെടുത്തുന്ന പലതും ഉണ്ടായി. അതിജീവിതമായി സംസാരിച്ചിരുന്നു, വിധിയെക്കുറിച്ച് അവർക്കും ആശങ്കയുണ്ടെന്ന് പറഞ്ഞ് ഉമാ തോമസ് രാവിലെ ക്ഷേത്രത്തിലേക്ക് നീതി കിട്ടണേ എന്ന പ്രാർത്ഥനയിൽ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലിറങ്ങുമ്പോഴാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ലാൽകൃഷ്ണ ചേരുന്നുണ്ട്. അത്താണിയിലാണ്. അത്താണി എന്ന് പറയുന്നത് ഈ കേസിലെ നിർണായകമായൊരു പോയിന്റാണ്, ഒരു സ്പോട്ടാണ്. അവിടെ നിന്നാണ് ഈ പറഞ്ഞ പൾസർ സുനി അതിജീവിതയുടെ വാഹനത്തിൽ കയറുന്നു. പിന്നീട് ഇങ്ങോട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ 8 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന്റെ, വ്യവഹാര പോരാട്ടത്തിന്റെ തുടക്കം അത്താണി എന്നൊരു പോയിന്റ് ശ്രദ്ധേയമായി നിൽക്കുന്നുണ്ട്. ലാൽകൃഷ്ണനാണ് അവിടെ നിന്ന് ചേരുന്നത്. ലാൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ 8 വർഷം മുമ്പ് ഒരു രാത്രി ഈ വാർത്ത വരുമ്പോൾ നമ്മൾ ആദ്യം വന്ന വാർത്ത ഒരു നടിയെ തട്ടിക്കൊണ്ടുപോകാൻ നീക്കമെന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഞെട്ടി. പിറ്റേ ദിവസം ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഞെട്ടൽ തന്നെയായിരുന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പിന്നെയും പുറത്തേക്ക് വരുമ്പോൾ നാടൊന്നാകെ അങ്ങ് നടുങ്ങി വിറങ്ങലിച്ച് നിൽക്കുന്ന ആദ്യ 1-2 വർഷങ്ങൾ. പിന്നീട് നമ്മൾ അത് ഉൾക്കൊണ്ടു. പിന്നെ നിയമ പോരാട്ടം 8 വർഷങ്ങൾക്ക് ശേഷം ലാൽ അത്താണിയിൽ നിൽക്കുകയാണിപ്പോൾ. അത്താണിയിൽ എന്ന് പറഞ്ഞാൽ ഈ അപകടമുണ്ടായ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന പാതയാണിത്. കറുകുറ്റി മുതലാണ് ഈ നടിയുടെ വാഹനം എവിടെ എത്തി എന്ന കൃത്യമായ വിവരം പൾസർ സുനി സഞ്ചരിക്കുന്ന ടെമ്പോ ട്രാവലറിലുള്ളവർക്ക് ഈ കൊടുത്തു തുടങ്ങുന്നത്. അവിടെ നിന്ന് ആ വണ്ടി അവർ ഫോളോ ചെയ്യുന്നുണ്ട്. കൃത്യം ഈ മേഖലയിൽ അത്താണിയുടെ ഈ പ്രദേശത്തെത്തുമ്പോഴാണ് ഈ നടി സഞ്ചരിച്ചിരുന്ന മഹീന്ദ്ര XUV-യുടെ, അതായത് KL 39F 5744 എന്ന നമ്പർ ഉണ്ടായിരുന്ന വാഹനത്തിൻ്റെ പിന്നിലേക്ക് പൾസർ സുനി ഓടിച്ചിരുന്ന ഈ ട്രാവലർ വന്നിടിക്കുന്നത്. ആ ഇടിച്ചതിന് ശേഷം ഈ വാഹനം ഇവിടെ ഒതുക്കി നിർത്തി. പൾസർ സുനി ഓടിച്ച ട്രാവലർ അതിന് വട്ടം നിർത്തി മാർട്ടിനുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. തൊട്ടു പിന്നാലെ വിജീഷും മണികണ്ഠനും ഈ നടി സഞ്ചരിച്ച വാഹനത്തിൽ ഇവരുടെ അടുത്തടുത്തായി വന്ന് ഇരിക്കുന്നു. ആ സമയത്ത് നടി പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഞാൻ ഇന്നയാളാണ്, ഞാനൊരു സിനിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പോകുന്നതാണ്, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുമ്പോൾ വിജീഷും മണികണ്ഠനും പറയുന്നത്, മേഡം ഞങ്ങൾക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശമില്ല, ഞങ്ങൾക്ക് വേണ്ടത് ഈ ഡ്രൈവറെയാണ്, ഇവൻ ഞങ്ങളോട് വളരെ മോശമായി സംസാരിച്ചു, അതുകൊണ്ട് മേഡത്തെ ഞങ്ങളൊന്നും ചെയ്യില്ല എന്നാണ്. പക്ഷേ ആ സമയത്തും അവർ ഇവരുടെ കൈകളിൽ ബലമായി പിടിക്കുന്നുണ്ട്, ഇവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പലതും പറയുന്നുണ്ട്. മേഡത്തെ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ആ രീതിയിൽ മുന്നോട്ട് പോയില്ല. ഇവിടുന്ന് പിന്നെയും വാഹനം മുന്നോട്ട് പോവുകയാണ്. വാഹനം മുന്നോട്ട് പോകുന്നതിനിടയിൽ കളമശ്ശേരിയിൽ വെച്ച് വീണ്ടും പല ആളുകൾ വണ്ടിയിലേക്ക് മാറി ഇറങ്ങുന്നു എന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഏകദേശം വെണ്ണല ഭാഗത്ത് വച്ചിട്ടാണ്, പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് വെണ്ണല ഭാഗത്ത് വച്ചിട്ടാണ് സാക്ഷാൽ പൾസർ സുനി തന്നെ ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക്, അതായത് നടി സഞ്ചരിച്ച വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വന്ന് ഇരിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ നടി ഇവരെ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഗോവയിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇതേ നടിയുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ് പൾസർ സുനി. നിങ്ങൾ എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആരാണ് എന്നെ പറഞ്ഞു വിട്ടത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന ഡയലോഗ് കൂടിയാണ് പൾസർ സുനി ഇരിക്കുന്നത്. പിന്നീട് ഈ വാഹനം പോകുന്നു, സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് കടക്കുന്നു. ആ വഴിയിൽ വെച്ചിട്ടാണ് അതിക്രൂരമായ സംഭവ വികാസങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകുന്നത്. അതിൻ്റെ നാണിക്കല്ല്, അതായത് നാടകം ഉണ്ടാകാനുള്ള തുടക്കം ഇവിടെ നിന്നാണ്. പക്ഷേ ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പോലീസ് പറയുന്നത് ഇവർ സഞ്ചരിച്ച ടെമ്പോ ട്രാവലറിൽ വെച്ച് നടിയെ കയറ്റുക, നടിയെ ആ വാഹനത്തിൽ വെച്ച് ഉപദ്രവിക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഈ റോഡിൽ നല്ല തിരക്കായിരുന്നു. ആ തിരക്കുള്ള സമയത്ത് അവരെ ബലമായി വാഹനത്തിലേക്ക് കയറ്റാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നടി സഞ്ചരിക്കുന്ന വാഹനത്തിൽ വെച്ച് തന്നെ ഈ ഒരു കൃത്യം നടത്താം എന്ന തീരുമാനത്തിലേക്ക് പൾസർ സുനി പോകുന്നത്. ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് എന്ന് പോലീസ് ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിന് കൃത്യമായ തെളിവുകളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതങ്ങനെയല്ല എന്ന രീതിയിലുള്ള പല തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്താണെങ്കിലും അതിൻ്റെ വിധി ദിനമാണ് വരുന്നത്. ആണിക്കല്ലായി മാറിയ, അല്ലെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ടായി മാറിയ ഇടത്തു നിന്നാണ് ഞാൻ ഇപ്പോൾ പ്രേക്ഷകരോട് നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ നാടകീയമായ ഒരു അപകടമുണ്ടാക്കിയ സ്ഥലം, അതാണ് അത്താണിക്ക് കേസിൽ ഏറ്റവും പ്രധാനം. ഈ റോഡ് ഉടനീളം അതിന്റെ ദിശാസൂചികയായി മാറുകയായിരുന്നു, അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ കേസിൽ ബ്ലാക്ക് സ്പോട്ടാണ് എന്ന് ഉറപ്പായും പറയാം. അവിടെ നിന്നാണ് ആ കേസ് ഉണ്ടാകുന്നത്. പിന്നീട് ഒരുപാട് വ്യവഹാര വഴികളിലൊക്കെ സുപ്രീം കോടതി വരെ എത്തിയ കേസുകളിലൊക്കെ അത്താണി ഈ പറയുന്ന സ്ഥലം ആവർത്തിച്ച് കേട്ടു. കാര്യം അത് ക്രൈം സ്പോട്ടാണല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.